ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്തെടുക്കുന്നത്. മാനുവലായിട്ട് ചെയ്തെടുക്കുന്ന എയർ ബ്രഷ് ടൂൾ എങ്ങനെയാണ് നമ്മൾ കേക്കിൽ യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ റിവ്യൂ കൂടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ആ ടൂളിൻ്റെ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് യമ്മി മലബാർ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയല്ലോ. അപ്പോൾ ഈ എയർ ബ്രഷ് ടൂള് നമ്മുടെ കയ്യിൽ കിട്ടിയ ഉടനെയുള്ളൊരു ക്ലിപ്പാണിത്. ഞാൻ അന്ന് എടുത്തു വെച്ചതാണ്. പിന്നെ ഞാൻ ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പഠിച്ചതിന് ശേഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇതേപോലെ ഒരു പമ്പും 4 കണ്ടെയ്നർ കൂടിയാണ് നമുക്ക് കിട്ടുക ഇതിൻ്റെ കൂടെ. ഇതിൻ്റെ പുറകിൽ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും ഒന്നും തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷമാണ് ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ടൂള് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഷെയർ ചെയ്ത സ്പൈഡർമാൻ കേക്കിലായിരുന്നു. അതിൽ 2 കളേഴ്സാണ് വരുന്നത്. മുകളിൽ റെഡ് കളറും അതുപോലെ തന്നെ സൈഡിൽ ഡാർക്ക് ബ്ലൂ കളറാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീമിൽ എത്ര തന്നെ കളർ മിക്സ് ചെയ്താലും ആ ഒരു ഡാർക്ക് കളർ നമുക്ക് കിട്ടാറില്ല. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെഡ് കളർ വരുത്താനായിട്ട് ഞാൻ ഇവാപൊറെക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് 2 ഡ്രോപ്സ് ഷെഫ് മാസ്റ്ററിൻ്റെ റെഡ് കളറും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എത്ര ഇവാപൊറെക്സ് ചേർക്കണം എന്നൊന്നും. ഈ ഇവാപൊറെക്സ് എന്ന് പറയുന്നത് നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കാനായിട്ട് കിട്ടും. ഇപ്പോൾ നിങ്ങൾ കണ്ട ഒരു ബോട്ടിലില്ലേ, അതിന് 90 രൂപയാണ് റേറ്റ് വന്നിട്ട്. നമുക്കിത് വെള്ളത്തിലും ചെയ്യാമെന്ന് നമ്മുടെ ഈ ഫുഡ് കളർ വെള്ളത്തിലും മിക്സ് ചെയ്യാമെന്ന് ഞാൻ 2-3 വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കത് പ്രാക്ടിക്കലായില്ല. വെള്ളത്തിൽ ചെയ്തപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന പോലെ ഉണ്ടായിരുന്നു. അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ആ കണ്ടെയ്നറിൽ നമ്മൾ കളർ മിക്സ് ചെയ്തതിന് ശേഷം ആദ്യം നമുക്കൊരു വൈറ്റ് പേപ്പറിൽ ജസ്റ്റ് ഒന്ന് പമ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിതുപോലെ ചെയ്തപ്പോൾ എനിക്ക് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ പമ്പിൽ കണക്ട് ചെയ്ത കണ്ടെയ്നർ ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കറക്റ്റായിട്ട് ഒന്നും കൂടി തിരിച്ച് വെച്ച് പമ്പ് ചെയ്തതിന് ശേഷമാണ് ഇത് ശരിയായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ടില്ലേ, വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് തോന്നും ഇത്തിരി നമ്മൾ നന്നായിട്ട് ബലം പ്രയോഗിക്കണമെന്ന്. അങ്ങനെയൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ഇവാപൊറെക്സിന് പകരം വെള്ളം യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ അതിങ്ങനെ ഒലിച്ചിറങ്ങുന്ന പരുവത്തിലായിരിക്കും കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ ഉണ്ടാവുക. ഇവാപൊറെക്സ് ആണ് ഒന്നും കൂടെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുക. അപ്പം നമ്മളിങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ ഏത് കളറാണോ ചെയ്യുന്നത് ആ കളറിൽ തന്നെ ആ കളർ കൊടുത്തിട്ട് ചെറിയ ഷെയ്ഡിൽ നമ്മൾ വിപ്പിംഗ് ക്രീം കൊണ്ട് ഐസിങ് ചെയ്തിരിക്കണം. ഇപ്പോൾ നമ്മൾ ഈ എയർ ബ്രഷ് ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മൾ വൈറ്റ് ക്രീമിൻ്റെ മുകളിലാണ് ഇതുപോലെ ബ്രഷ് ചെയ്തെടുക്കുന്നതെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഏത് കളറാണോ കൊടുക്കുന്നത് അതിൻ്റെ ഒരു ടിൻറ്റ് കൊടുക്കണം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇപ്പം നമ്മൾ ഇങ്ങനെ ബ്രഷ് ചെയ്തെടുക്കുന്ന ഈ ഒരു കളറിൻ്റെ ഇപ്പം ബ്ലൂ കളറിൻ്റെ ഈ സൈഡ് വശം ലൈറ്റ് ബ്ലൂ കളർ വന്നിട്ടില്ലേ, അതേപോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് സൈഡിലും ഇതേപോലെ ബ്ലൂ കളർ അങ്ങ് പമ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ എയർ ബ്രഷ് ടൂള് ഞാൻ മേടിച്ചിട്ടുള്ളത് ഉമ്മീസ് കിച്ചൻ എന്ന് പറഞ്ഞുള്ള ചാനലിലെ ആയിത്ത എനിക്കൊരു നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. അവർ ഈ ബേക്കിംഗ് പ്രോഡക്റ്റ്സ് എല്ലാം ഇതേപോലെ നമുക്ക് കൊറിയറായിട്ട് സെൻഡ് ചെയ്ത് തരും നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ താല്പര്യമുള്ളവർ അവരെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഇത് നമുക്ക് ആമസോണിൽ നിന്ന് മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ആമസോണിൽ എയർ ബ്രഷ് ടൂളിന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ആമസോണിൽ നിന്നും മേടിക്കാനായിട്ട് പറ്റും. ഇനി ഈ ടൂളിൻ്റെ റേറ്റ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്യാത്തത്. പിന്നെ ഈ എയർ ബ്രഷ് ടൂൾ തന്നെ നമുക്ക് കംപ്രസറൊക്കെ യൂസ് ചെയ്യുന്ന ഹൈ ലെവലുള്ള എയർ ബ്രഷ് ടൂൾ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. അതിന് ഒരുപാട് റേറ്റ് ഉണ്ട്. എബവ് 5000 ആണ് അതിൻ്റെ റേറ്റ് വന്നിട്ട്. പക്ഷേ ബിഗിനർ ആയിട്ടുള്ള ഹോം ബേക്കേഴ്സിന് അല്ലെങ്കിൽ ഈ എയർ ബ്രഷിങ് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവർക്കൊക്കെ മേടിക്കാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണിത്. ഇതെന്തായാലും ഒരിക്കലും നമ്മുടെ കാശ് നഷ്ടപ്പെടില്ല. അത്രയും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം കൂടി തന്നെയാണിത്. അപ്പോൾ ഇതാണ് നമ്മൾ എയർ ബ്രഷ് ടൂള് വെച്ച് ചെയ്തെടുത്ത നമ്മുടെ കേക്ക്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ഫുൾ കേക്ക് സെറ്റിൻ്റെ വ്ളോഗ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ഇനി നമുക്ക് ഈ ടൂൾ യൂസ് ചെയ്തിട്ട് തന്നെ ഗ്ലിറ്റർ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു ഗ്ലിറ്ററിന് 300 രൂപയാണ് റേറ്റ് വന്നിട്ട് ഈ ഒരു ചെറിയ ബോട്ടിലിന്. അത് നമുക്ക് കണ്ടെയ്നറിലോട്ട് ആക്കി കൊടുക്കാം. ശേഷം ആ പമ്പ് വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഗ്ലിറ്റർ ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ വളരെ ചെറിയൊരു വ്യത്യാസമുള്ളൂ. അത് ശ്രദ്ധിച്ചാൽ മതിയാകും. ഞാൻ 2-3 വീഡിയോയിൽ അവർ മിസ്റ്റേക്ക് ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത്. അതായത് ഞാൻ എന്നിട്ട് അവർക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ അവരുടെ വീഡിയോ കണ്ടതിന് ശേഷം ഞാനതുപോലെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കത് സക്സസ് ആയില്ല. പിന്നെ ഞാൻ കുറേ വീഡിയോസ് പിന്നെ ഇരുന്ന് റെഫർ ചെയ്തപ്പോഴാണ് അതിൻ്റെ ഐഡിയ മനസ്സിലായത്. അതായത് നമ്മളിപ്പോൾ ലിക്വിഡായിട്ടുള്ള കളറ് ബ്രഷ് ചെയ്യുകയാണെങ്കിൽ, ഗ്ലിറ്റർ അല്ലാണ്ട് കളേഴ്സ് ബ്രഷ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ കണ്ട പോലെ
ഇതേപോലെയാണ് നമ്മൾ ബ്രഷ് ചെയ്യുക. പക്ഷേ നമ്മൾ ഗ്ലിറ്ററാണ് ബ്രഷ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കണം ആ കണ്ടെയ്നർ വെക്കേണ്ടത്. ഇതുപോലെ ആവണം നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ആദ്യം ബ്രഷ് ചെയ്ത പോലെ ചെയ്യാൻ നോക്കിയപ്പോൾ ഗ്ലിറ്റർ പുറത്തേക്ക് വരുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ പിടിച്ചപ്പോൾ കണ്ടില്ലേ, നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ഗ്ലിറ്റർ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്ലിറ്റർ കേക്കിൻ്റെ വീഡിയോയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. നമുക്ക് കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ടൂളിനെ പറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇത് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും. പിന്നെ ഇത് ഒരിക്കലും സ്പോൺസേർഡ് വീഡിയോ അല്ല. ഇത് ഞാൻ വാങ്ങിയിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ഇത് സ്പോൺസേർഡ് വീഡിയോ ഒന്നുമല്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കുക. ഇപ്പോൾ കുറേ ഹോം ബേക്കേഴ്സൊക്കെ ഉണ്ട്. എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണിത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്